ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും മറികടക്കാനാവാത്തതുമായ വ്യോമയാന സംവിധാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന അമേരിക്കൻ ആകാശത്ത് കഴിഞ്ഞ 10 ദിവസത്തിനിടെ നടന്ന സംഭവങ്ങൾ ആഗോള സുരക്ഷാ വൃത്തങ്ങളെയാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വെറും 10 ദിവസങ്ങൾക്കുള്ളിൽ 2 അത്യാധുനിക സൈനിക വിമാനങ്ങൾ, ഒരു സ്കൈ ഡൈവിംഗ് വിമാനം, ഒരു സ്വകാര്യ ചാർട്ടർ ജെറ്റ് എന്നിവയാണ് അമേരിക്കൻ മണ്ണിൽ തകർന്നു വീണത്. ഓരോ അപകടത്തിന് പിന്നിലും വ്യത്യസ്തമായ സാങ്കേതിക കാരണങ്ങളാണ് ഉള്ളതെന്നും അവ തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും വ്യോമയാന അധികൃതർ ആവർത്തിച്ച് വ്യക്തമാകുന്നുണ്ടെങ്കിലും ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായ ഈ വൻ ദുരന്തങ്ങൾ ലോകത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ്. നിരവധി മനുഷ്യജീവനുകൾ പൊലിയുകയും കോടിക്കണക്കിന് ഡോളറിന്റെ യുദ്ധവിമാനങ്ങളും സ്വകാര്യ ആസ്തികളും ചാരമായി മാറുകയും ചെയ്തതോടെ ലോകമിപ്പോൾ ഒരൊറ്റ ചോദ്യത്തിലേക്ക് ചുരുങ്ങുകയാണ്: യഥാർത്ഥത്തിൽ അമേരിക്കൻ ആകാശത്ത് എന്താണ് സംഭവിക്കുന്നത്? സുരക്ഷാ വീഴ്ചയോ അതോ ആർക്കും പിടികിട്ടാത്ത വല്ല അദൃശ്യ ഭീഷണിയോ? ആഗോള വ്യോമയാന മേഖലയെ പിടിച്ചുകുലുക്കിയ തുടർച്ചയായ ദുരന്തങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യ ദുരന്തം നടന്നത് ഒരു ശനിയാഴ്ചയാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ 13-ന് അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ് സംഭവിച്ചത്. യാക്കിമ കൗണ്ടിയിലെ മലനിരകളിൽ പതിവ് പരിശീലന പറക്കലിനിടെ ഒരു F/A-18 ഹോർനെറ്റ് യുദ്ധവിമാനം തകർന്നു വീണു. അമേരിക്കൻ മറൈൻ കോർപ്സിന്റെ ഈ അത്യാധുനിക യുദ്ധവിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റ് അതിവേഗത്തിൽ പാരച്യൂട്ട് ഉപയോഗിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു. സമീപവാസികൾ പകർത്തിയ ദൃശ്യങ്ങളിൽ മലമുകളിലേക്ക് പതിക്കുന്ന വിമാനവും തുടർന്ന് ഉയരുന്ന ഭീമൻ അഗ്നിഗോളവും വ്യക്തമായി കാണാനാകുന്നുണ്ട്. അപകടത്തിൽ പൈലറ്റിന് നിസാര പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചത്. എന്നാൽ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വനപ്രദേശത്ത് തീപിടുത്തത്തിന് കാരണമായി. ഇതേ തുടർന്ന് സമീപ ക്യാമ്പുകളിലുണ്ടായിരുന്നവരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അപകട കാരണം അന്വേഷിച്ചു വരികയാണെന്നും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടില്ലെന്നും മറൈൻ കോർപ്സ് അറിയിച്ചു. ഇതിനു പിന്നാലെ ജൂൺ 14-ന് മിസോറി സംസ്ഥാനത്തെ ബട്ട്ലറിൽ നടന്ന ദുരന്തം അമേരിക്കയെ ഞെട്ടിച്ചു. സ്കൈ ഡൈവിംഗിന് പരിശീലനത്തിനായി യാത്രക്കാരുമായി പറന്നുവരുന്ന എയ്റോസ്പേസ് P-750 വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് നിമിഷങ്ങൾക്കകം നിയന്ത്രണം വിട്ട് തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 11 യാത്രക്കാരും ഒരു പൈലറ്റും കൊല്ലപ്പെട്ടു. ദുരന്ത പരമ്പരയിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നു ജൂൺ 15-ന് കാലിഫോർണിയയിലെ എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിൽ നടന്ന B-52 സ്ട്രാറ്റോഫോർട്രസ് ബോംബർ വിമാനാപകടം. 8 എഞ്ചിനുകളുള്ള ഈ ഭീമൻ സൈനിക വിമാനം പതിവ് പരീക്ഷണ ദൗത്യത്തിനിടെയാണ് തകർന്നു വീണത്. അമേരിക്കൻ വ്യോമസേനയുടെ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന B-52 റൺവേയിൽ നിന്നും ഉയർന്നു തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. നിമിഷങ്ങൾക്കകം വിമാനം നിലത്തിടിച്ച് വലിയ സ്ഫോടനമുണ്ടായി. അപകടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന 8 പേരും കൊല്ലപ്പെട്ടു. ദുരന്ത പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവം ജൂൺ 16-ന് രാത്രി ടെക്സാസിലെ ലാറേഡോയിലാണ് ഉണ്ടായത്. മെക്സിക്കോയിൽ നിന്നും ടെക്സാസിലെ ഓസ്റ്റിനിലേക്ക് യാത്ര തിരിച്ചിരുന്ന സെസ്ന സൈറ്റേഷൻ ലാറ്റിറ്റ്യൂഡ് സ്വകാര്യ ജെറ്റ് സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ലാറേഡോ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. വിമാനത്താവളത്തിലേക്ക് അടുക്കുന്നതിനിടെ സാധാരണ ഉറക്കം നടത്തിക്കൊണ്ടിരുന്ന വിമാനം പെട്ടെന്ന് ഉയരം നഷ്ടപ്പെടുത്തി. തുടർന്ന് സമീപ ഹൈവേയിലേക്ക് തിരിഞ്ഞ വിമാനം റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിമാനം 2ആയി പിളർന്നു. റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനവും അപകടത്തിൽപ്പെട്ടു. തീപിടിച്ച വിമാനത്തിൽ നിന്നും യാത്രക്കാരെ രക്ഷിക്കാൻ സമീപവാസികളും പോലീസും ജീവൻ പണയം വെച്ച് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് കൂടുതൽ ജീവനുകൾ രക്ഷിച്ചത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 6 പേരിൽ ഒരാൾ മരിച്ചു. മറ്റുള്ളവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർച്ചയായി ഉണ്ടായ ഈ 4 അപകടങ്ങളും അമേരിക്കൻ വ്യോമയാന സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ വിദഗ്ധർ പറയുന്നത് ഈ അപകടങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ്. ഓരോ വിമാനത്തിന്റെയും ദൗത്യവും പ്രവർത്തന സാഹചര്യങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും വ്യത്യസ്തമായതിനാൽ ഓരോ അപകടവും പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റും സിഇഒയുമായ ഹസൻ ഷാഹിദി വ്യക്തമാക്കി. പ്രധാന വാണിജ്യ വിമാനങ്ങൾ കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങൾക്ക് കീഴിലാണെങ്കിലും സ്കൈ ഡൈവിംഗ് വിമാനങ്ങളും സ്വകാര്യ ചാർട്ടർ വിമാനങ്ങളും താരതമ്യേന കുറഞ്ഞ നിയന്ത്രണങ്ങൾക്കാണ് വിധേയമാകുന്നത്. സൈനിക വിമാനങ്ങൾക്കാകട്ടെ വ്യത്യസ്തമായ പ്രവർത്തന മാനദണ്ഡങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. എന്നിരുന്നാലും വെറും 4 ദിവസത്തിനുള്ളിൽ 4 വലിയ വിമാനാപകടങ്ങൾ സംഭവിച്ചതും നിരവധി ജീവനുകൾ നഷ്ടമായതും അമേരിക്കൻ ആകാശത്തെ ആശങ്കയുടെ നിഴലിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും വ്യോമയാന മേഖലയിൽ അപകട സാധ്യത ഒരിക്കലും പൂർണ്ണമായും ഇല്ലാതാക്കാനില്ലെന്ന കഠിന യാഥാർത്ഥ്യമാണ് ഈ ദുരന്തങ്ങൾ വീണ്ടും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.